അധികാരിക്ക് പുട്ടപർത്തിയിൽ ധാരാളം സ്വത്തുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് കാലത്ത് അവിടെ ഒരു ക്ഷേത്രം പണിയിക്കണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സുബ്ബമ്മയ്ക്ക് അതറിയായിരുന്നു. ഇവിടെ തിരക്കൊക്കെ കൂടി വന്ന് ഇനി ഒരു സ്ഥലമില്ലാതെ ഭഗവാന് തീരെയും പറ്റില്ല എന്ന അവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് സുബ്ബമ്മ അവിടെ ഒരു വീട് ഉണ്ടാക്കിച്ചു, സ്വാമിയുടെ ഭക്തന്മാർക്ക് വരാനും കാണാനൊക്കെ ആയിട്ട്. അത് ഭഗവാന്റെ പേരിലേക്ക് എഴുതി കൊടുത്തു, ആധാരം തന്നെ അത് കൊടുത്തു. ആ വീട് നിന്ന സ്ഥലമാണ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂരിലെ തിരുമല റാവു എന്ന ആൾ പഴയ മന്ദിരം, ആ പഴയ മന്ദിരത്തിൻ്റെ രൂപത്തിലാക്കി കൊടുത്തത്. അത് 1950 നവംബർ 23-ാം തീയതിയാണ് ആ പാദമന്ദിരം ആ രീതിയിലാക്കിയിട്ട് തുറന്നു കൊടുത്തത്. ഭഗവാനെ പ്രസവിച്ചത് ഈശ്വരാംബയായിരുന്നെങ്കിലും ഭഗവാന്റെ ബാല്യകാലത്തിൽ ഭഗവാനെ പരിചരിച്ചതും ഭഗവാനെ വളർത്തിക്കൊണ്ടുവന്നതും ഭഗവാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതും സുബ്ബമ്മയായിരുന്നു. അതുകൊണ്ട് അവർ തമ്മിൽ അത്ര വലിയ അടുപ്പത്തിലുമായിരുന്നു. അത് ചില ബന്ധുക്കൾക്കൊക്കെ അതുകൊണ്ട് നീരസം ഉണ്ടായിരുന്നു. ഒടുവിൽ കാലം കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് സുബ്ബമ്മയ്ക്ക് സുഖമില്ലാതായി. അവരെ ബുക്കപട്ടണത്തിലേക്ക് കൊണ്ടുപോയി. സൂക്കട് വർദ്ധിക്കാൻ തുടങ്ങി. അവരുടെ പ്രാണൻ പുറത്ത് കടക്കാനായിട്ടുള്ള ബഹളം വെച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി. അപ്പോൾ വാവ തിരുപ്പതിയിലായിരുന്നു. ഒരു ദിവസം ശ്വാസം നിലച്ചു, മരിച്ചു എന്ന് പറഞ്ഞ എല്ലാവരും അവർ പരിശോധിച്ചപ്പോൾ മരിച്ചിരിക്കുന്നു. പക്ഷേ അവർ ദഹിപ്പിക്കാൻ ആർക്കും ധൈര്യമില്ല. കാരണം ഭഗവാൻ ഒരു പ്രതിജ്ഞ കൊടുത്തു പോയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. മരിക്കുന്നതിന് മുമ്പേ ആയിട്ട് ഗംഗാജലം തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രോമിസ് സുബ്ബമ്മ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് കൊണ്ടുപോയിട്ട് ദഹിപ്പിക്കാനുള്ള ധൈര്യമില്ല, ആരൊന്നും പറയണില്ല. അങ്ങനെ അത് 2 ദിവസമായി ഉറുമ്പൊക്കെ വരാൻ തുടങ്ങി. ഇനി കൊണ്ടുപോകേണ്ട അങ്ങേ അറ്റത്തേക്കായി, ഇനി കടത്തുന്നത് ശരിയല്ല എന്ന അവസരമാകുമ്പോഴേക്കാണ് ഭഗവാൻ അറിഞ്ഞു. ഭഗവാനെ എവിടെയായാലും എവിടെ ഈ ലോകത്തിൽ നടക്കുന്നതൊക്കെ അറിയുന്ന ആളല്ലേ. തിരുപ്പതിയിൽ വെച്ച് ഭഗവാൻ അറിഞ്ഞു. അവിടെ ഭഗവാൻ എന്തോ ഭഗവാൻ തന്നെ നിൽക്കേണ്ട കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നൊക്കെ ഭഗവാൻ കാറിൽ അതിസ്പീഡിലാണ് ഇത്ര വന്നത്. അങ്ങനെ വന്നു നോക്കുമ്പോൾ നിലത്തൊക്കെ ഇറക്കി കടത്തിയിരിക്കുന്നു, മരിച്ചു എന്ന് പറഞ്ഞിട്ട് എത്ര സമയമായിട്ട്. അത് സുബ്ബമ്മ എന്ന് വിളിച്ചിട്ടാണ് വന്നത്. സുബ്ബമ്മ ഭഗവാനെ കണ്ണു തുറന്നു. ഭഗവാനെ നോക്കിയിട്ട് വളരെ സന്തോഷത്തോടു കൂടി നോക്കിയിട്ട് ഭഗവാന്റെ കൈ പിടിച്ചു. ഭഗവാൻ ഉടനെ തന്നെ ഭഗവാന്റെ വിരൽ ആ ചുണ്ടുകൾക്കിടയിലേക്ക് വെച്ചിട്ട് അതിൽ കൂടെ ഗംഗാജലം സൃഷ്ടിച്ചിട്ട് അവസാനത്തിലായിട്ട് വെള്ളം കൊടുക്കുന്നത്. ആ ഗംഗാജലം തൻ്റെ പ്രതിജ്ഞ ഭഗവാൻ അവിടെ നിറവേറ്റി അനുഗ്രഹിച്ചു. അങ്ങനെ ഭക്തവത്സലനായിട്ടുള്ള ഭഗവാൻ തൻ്റെ ഉത്തമ ഭക്തയ്ക്ക് മോക്ഷം കൊടുത്തു. അതാണ് സുബ്ബമ്മയുടെ എത്ര പറഞ്ഞാലും തീരാത്തതായിട്ടുള്ള കഥ. ഇത് നമുക്ക് ആ ഭക്ഷണം കൊടുത്തതൊക്കെ നമ്മൾ രാമായണത്തിൽ ശബരിയുടെ കാലത്ത് നമുക്ക് മനസ്സിലാക്കാം. എത്ര കാലമാണ് കാത്തു നിന്നത്. ഭഗവാൻ വരുമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സന്യാസിമാർ പറഞ്ഞു കേട്ടിട്ട് എല്ലാ ദിവസവും ഭഗവാൻ വരുമെന്ന് വിചാരിച്ചൊക്കെ വൃത്തിയാക്കി വെച്ചു, എല്ലാം ഭക്ഷണം റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് വന്നിട്ട് ഓരോ സാധനവും എടുത്ത് കടിച്ചിട്ടാണ് അത്ര കൊടുക്കുന്നത്. എന്താ തകരാറ് വല്ലതും ഉണ്ടോ, ഉണ്ടെങ്കിൽ ഭഗവാന് കൊടുക്കാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഭഗവാനത് ഇഷ്ടപ്പെട്ടു. കാരണം അത് ആ അതിയായ ഭക്തിയുടെ ലക്ഷണമാണ്. ഈശ്വരന്മാരൊക്കെ അതുമാത്രമേ നോക്കുള്ളൂ, ഭക്തി എങ്ങനെയുണ്ടെന്നാണ് നോക്കുക, കാട്ടിക്കൂട്ടിയിട്ടൊന്നും കാര്യമില്ലല്ലോ. അതേമാതിരി തന്നെ ബാവൂജിബായി ഭഗവാൻ ഷിർദി ഭഗവാൻ ആ ചെറുപ്പകാലത്തിൽ വന്നിട്ട് ആദ്യമായി ഷിർദിയിൽ വന്നപ്പോൾ ആ ഭഗവാനെ എവിടേക്കൊക്കെയാണ് പോണിച്ച് അതിൻ്റെയൊക്കെ പിന്നാലെ നടന്നിട്ട് എത്ര നേരമാണ് ഇത്ര ഉച്ചയ്ക്കൊക്കെ നടന്ന് ഭക്ഷണം കൊടുപ്പിക്കും. അവർക്ക് അതിനുള്ള ഗുണമുണ്ട്. അവരുടെ മക്കൾക്കൊക്കെ ഭഗവാൻ അങ്ങേയറ്റത്തെ അനുഗ്രഹവും കൊടുത്തു. അതേമാതിരി സുബ്ബമ്മയ്ക്കും ഭഗവാൻ ഒരുപാട് അനുഗ്രഹം കൊടുത്തു. ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് ഉച്ച സമയം കുറേയായി. ഞാൻ നേരെ കുറച്ചുകൂടെ മുമ്പിലേക്ക് കടന്നു. എനിക്കറിയാം ഇതിന് മുമ്പിൽ ഭഗവാൻ ജനിച്ച സ്ഥലമുണ്ടെന്നറിയാം. അവിടെ ഇപ്പോൾ ഒരു അമ്പലമാണ്, ശിവൻ്റെ അമ്പലമാണ്. അവർക്ക് പൂട്ടുമൊക്കെ ചെയ്തിരിക്കണം. എന്നിരുന്നാലും അവിടെ എനിക്ക് തൊഴാൻ തോന്നി. കാരണം ഇന്നത്തെ ദിവസം മുഴുവൻ എൻ്റെ മനസ്സിൽ ഭഗവാനെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഭഗവാനും ഭഗവാന്റെ കാര്യം. അപ്പോൾ ഞാൻ അവിടെ ശിവൻ്റെ അമ്പലമുള്ള സ്ഥലത്ത് പോയി. അവിടെ പൂജയൊക്കെ കഴിഞ്ഞ സമയമാണ്. എന്നിരുന്നാലും ഞാൻ ഭക്തിയോടുകൂടി അവിടെ തൊഴുതു. അവിടെയാണ് ഭഗവാൻ ജനിച്ചു വീണ സ്ഥലം.
അപ്പോൾ ഭഗവാന്റെ അവതാര കാര്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങി. ഞാൻ അപ്പോൾ ആ സ്വർഗീയമായ ആ അനുഭവത്തിൽ വടവൃക്ഷത്തിൻ്റെ അവിടെ പോയിരുന്ന് കുറച്ച് ധ്യാനിക്കണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ വടവൃക്ഷത്തിൻ്റെ അടുത്ത് വരികയാണ്. നമ്മുടെ സ്വാമിയുടെ അഷ്ടോത്തര നാമാവലിയിലെ ഒരു നാമം സാധകാനുഗ്രഹ വടവൃക്ഷ പ്രതിഷ്ഠാപകായ നമഃ എന്നിട്ടുള്ള അവിടെ ആ തിരുനാമം, അത് ആ തപോവനത്തിലെ വടവൃക്ഷത്തെ ഉദ്ദേശിച്ചിട്ടാണ് ആ നാമം വന്നിട്ടുള്ളത്. പ്രശാന്തി നിലയത്തിൽ നിന്ന് അടുത്ത് തന്നെ ഗണപതി അമ്പലത്തിൻ്റെ അവിടുന്ന് മുകളിലേക്ക് കയറിയാൽ യൂണിവേഴ്സിറ്റി ഓഫീസുകളിലേക്ക് പോകുന്ന സ്ഥലത്ത് ഈ പൂങ്കാവനം മാതിരത്തെ തപോവനം കാണാം. ആ തപോവനത്തിൽ ഒരു അച്യുത വൃക്ഷം ഭഗവാൻ അത് ജൂൺ 29, 1959 അത് പ്രതിഷ്ഠിച്ചത്. അതിനടിയിൽ മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ളൊരു യന്ത്രം ഭഗവാൻ അതിനടിയിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അവിടെ വന്നിട്ട് ധ്യാനിക്കുക, അവിടെ വന്ന് സാധന ചെയ്യുന്നവർക്ക് ആത്മീയമായിട്ടുള്ള ഊർജം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്നിട്ട് സ്വാമി പറഞ്ഞു വന്ന് ഇങ്ങനത്തെ ഒരു ബോധിവൃക്ഷത്തിൻ്റെ അടിയിലിരുന്നിട്ടാണ് ശ്രീബുദ്ധന് ജ്ഞാനം കിട്ടിയത്. അതേമാതിരി ധാരാളം യോഗിമാർക്ക് അതേ അവസരം ഉണ്ടാവട്ടെ, ഇതൊരു ജ്ഞാനവൃക്ഷമാവട്ടെ എന്ന് പറഞ്ഞു. നമുക്കറിയാം പുരുഷോത്തമ യോഗത്തിൽ അശ്വത്ഥ വൃക്ഷത്തെപ്പറ്റി പറയുന്നുണ്ട്. ഊർദ്ധമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം എന്ന അതിൽ അശ്വത്ഥവൃക്ഷം പല ഭാഗത്തേക്കും വളർന്നതും അതിൻ്റെ തളിരുകളൊക്കെ ഇലയൊക്കെ മുകളിലുമുണ്ട് താഴത്തുമുണ്ട് വേര് മുകളിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആധ്യാത്മികമായിട്ടുള്ള വിവരണം നൽകുന്ന വേദാന്തത്തിലെ കാര്യങ്ങൾ പറയുന്ന ആ അശ്വത്ഥവൃക്ഷം. ഇവിടെ അശ്വത്ഥവൃക്ഷം സാധാരണ നിലയിൽ ധാരാളം ശാഖകളുണ്ടാവും, വേടുകളുണ്ടാവും. വളരെ ക്ഷീണിച്ചു വരുന്നവർക്ക് ശീതളമായിട്ടുള്ള അവസ്ഥ കൊടുക്കും, അവിടെ റെസ്റ്റ് ചെയ്യാൻ പറ്റും, അവർ കുറച്ച് നേരം ഇരുന്ന് സുഖമായിട്ട് ഇരുന്ന് വിശ്രമിച്ച് പോവാം. അതേമാതിരി തന്നെയല്ലേ പ്രശാന്തി നിലയം? എത്ര ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളുമായിട്ടാണ് വരുന്നത്. അപ്പോൾ പ്രശാന്തി നിലയത്തെ ഒരു തപോവനമായിട്ട് നമുക്ക് കാണാം. ആ തപോവനത്തിൽ അവിടെ വരുന്നവർക്കൊക്കെ വേണ്ടുന്ന കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വടവൃക്ഷമാണ് ഭഗവാൻ സത്യസായി ബാബ എന്ന് അതിന് പ്രതീകാത്മകമായിട്ട് അവിടെ നിരൂപിക്കാൻ സാധിക്കും. ആ വടവൃക്ഷത്തിലിരുന്നിട്ട് ധ്യാനവും സാധനയും ചെയ്യുന്നവർക്ക് ഇന്ദ്രിയ നിയന്ത്രണം, നല്ല ഏകാഗ്രത, ശ്രദ്ധ, അങ്ങനെ ആത്മീയ വിജയം അവർക്കുണ്ടാവും എന്നാണ് പറയണത് ആ വടവൃക്ഷത്തിൻ്റെ അടിയിലിരുന്നാൽ. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് സ്വാമിയുടെ ജനനവും അവതാര സമയവും ആ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിലേക്ക് കയറി വരാൻ തുടങ്ങി. സായിറാം.